13th question. U equal to x square tan inverse y by x minus y square tan inverse x by y. Then we have to find dou square u divided by dou x by y. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനുശേഷം കിട്ടിയ റിസൾട്ടിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഡോ യു ബൈ ഡോ വൈ. സോ ഈ കേസിൽ ഈ ഒരു ടേമിൽ മാത്രമേ y ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. So x square into tan inverse x in the derivative 1 by 1 plus x square. So 1 by 1 plus y square by x square into then y by x in the derivative with respect to y, that is 1 by x minus of ഈ കേസിൽ രണ്ട് ടേംസിലും y ഉണ്ട്. അപ്പോൾ product rule apply y square into 1 by 1 plus x square by y square into with respect to y the x by y the derivative minus x by y square plus tan inverse of x by y into 2y. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ക്യാൻസൽ ചെയ്യാം, എക്സ് ക്യാൻസൽ ചെയ്യാം. ഈ എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിൽ വരും. സോ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടിയ എക്സ് സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിൽ കിട്ടിയ എക്സ് സ്ക്വയർ ആണ് ന്യൂമറേറ്ററിൽ പോയിട്ടുള്ളത്. ദെൻ വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഈ കേസിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് xy square divided by x square plus y square. ഈ കേസിൽ നെഗറ്റീവ് tan inverse of x by y into 2y. സിംപ്ലിഫൈ ചെയ്താൽ ഡോ യു ബൈ ഡോ വൈ ഇങ്ങനെ കിട്ടും. ഇനി കിട്ടിയ ഈ റിസൾട്ടിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണണം. എക്സ് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മളിവിടെ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു 2x all divided by x square plus y square all square plus x square plus y square into y square minus xy square into 2x all divided by x square plus y square all square minus ഈ കേസിൽ ഇത് കോൺസ്റ്റൻ്റ് ആയി ട്രീറ്റ് ചെയ്യാം, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് കാണുന്നത്. സോ 2y ഇൻറ്റു 1 by 1 plus x square by y square into 1 by y. ഫോക്കസ് ചെയ്ത് ഓക്കെ. ഈ രൂപത്തിലാണ് ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കിട്ടിയ റിസൾട്ടിനെ
ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ ഏത് രൂപത്തിലായിരിക്കും വരിക എന്ന് കിട്ടും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 3x⁴ പ്ലസ് 3x² y² എന്ന് കിട്ടും, മൈനസ് 2x⁴. നെക്സ്റ്റ് x² y² പ്ലസ് y⁴ മൈനസ് 2x² y² എന്ന് കിട്ടും, all divided by x² plus y² all square. Then here y cancel ആയി പോകും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ y² ന്യൂമറേറ്ററിൽ വരും. സോ 2y² by x² plus y². ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും x² plus y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ മൈനസ് 2x² y² മൈനസ് 2y⁴ എന്ന് കിട്ടും. സോറി, മൈനസ് ഓഫ് 2x² y² പ്ലസ് 2y⁴ എന്ന് കിട്ടും. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിരിക്കുക, equal to x⁴ (3x² y² plus 1x² y² 4x² y² 2x² y² minus 2x² y² 0x² y². x² y² term ഇല്ല. y⁴ minus 2y⁴, that is minus y⁴, divided by x² plus y² all square. This can be written as x² plus y² into x² minus y² all divided by x² plus y² all square. This can be cancelled. Therefore, the answer is x² minus y² divided by x² plus y². Lengthy question ആണ്. x² minus y² all divided by x² plus y² is the answer. Okay. Question number 18. Y equal to f of x plus 80 plus g of x minus 80. Then we have to find dou square y divided by dou t square minus a square into dou square y divided by dou x square. So dou y by dou t equal to f dash of x plus at into a plus g dash of x minus at into minus a. Now dou square y divided by dou t square equal to f double dash of x plus at into a again, that is a square, plus g double dash into x minus 80 into minus a into minus a, that is a square. Now we have to find dou square y divided by dou x square, that is dou y by dou x first, that is equal to f dash of x plus 80 plus g dash of x minus 80 dou square y divided by dou y square equal to
f double dash of x plus 18 plus g double dash of x minus 8. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയറിന് എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ദിസ് ടേം ഇൻ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് 8. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. സോ ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്, മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്, മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. സോ ദ ആൻസർ വിൽ ബി 0. ഓപ്ഷൻ 2. Okay. Question number 15. U equal to x raised to y. Then we have to find dou square u divided by dou x square y. ഇവിടെ നമുക്ക് ഇനീഷ്യലി വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന കേസിൽ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഇത് എ റേസ് ടു എക്സ് ഫോർമുല, അതായത് കോൺസ്റ്റന്റ് റേസ് ടു വേരിയബിൾ എന്നുള്ള ഫോർമുല. സോ എക്സ് റേസ് ടു വൈ ഇൻ ലോഗ് എക്സ് ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇനി ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ കിട്ടിയ റിസൾട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ വൈ നമ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് y ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1. സോ ആൻസർ വിൽ ബി എക്സ് റേസ് ടു വൈ മൈനസ് 1 പ്ലസ് log x into y into x raised to y minus 1, or x raised to y minus 1 can be taken outside, 1 plus y log x. So answer is x raised to y minus 1 into y log x plus 1. Option 2. Question 16. U equal to sin inverse of x by y plus tan inverse of y by x. Then we have to find x into dou u by dou x plus y into dou u by dou y. So dou u by dou x equal to sin inverse x in the derivative 1 by root of 1 minus x square. So 1 by root of 1 minus ഈ ടേമിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇത് 1 by y വരിക പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square ആണ്. സോ 1 by 1 plus ഈ ടേമിന്റെ സ്ക്വയർ ആണ് ഇവിടെ വരിക ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കാണേണ്ടത്, 1 by എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ മൈനസ് y by എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ റൂട്ടിന് പുറത്ത് ഇവിടെ y വരും, ആ വൈയും ഈ വൈയും ക്യാൻസൽ ആവും. സോ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വൈ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഈ കേസിൽ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും, മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ ടേം ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടുക എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എക്സ് ബൈ
root of y square minus x square minus xy into xy divided by x square plus y square. ഇതാണ് x into dou u by dou x. ഇനി ഈ കേസിൽ y into dou u by dou y ചെയ്യണം. dou u by dou y. That is 1 by square root of 1 minus x square by y square into with respect to y ചെയ്യുന്ന കേസിൽ minus x by y square എന്ന് വരും, plus 1 by 1 plus y square by x square into with respect to y ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 by x ആയിരിക്കും. സോ ഇവിടെ ഈ y square ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് by y ആണ് വരിക റൂട്ടിന് പുറത്ത്, അത് ന്യൂമറേറ്ററിലോട്ട് പോകും. സോ ഒരു y ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈന്ന് കിട്ടും, പ്ലസ് ഒരു എക്സ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമ്മൾ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് minus x by y minus xy divided by y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ y യും y യും ക്യാൻസൽ ആവും. സോ മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ദെൻ y കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഈ ടേമും ക്യാൻസൽ ആവും, ഈ ടേമും ക്യാൻസൽ ആവും. Answer will be 0. 0 is the answer. Option 3. Okay. Question number 17. Z equal to e raised to ax plus by into f of ax minus by. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് b into dou z by dou x plus a into dou z by dou y. അപ്പോൾ നമുക്ക് dou z by dou x ഇതാണ്. First into second derivative plus second into first derivative. So ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് a into e raised to ax plus by നെ എടുക്കാം. ബാക്കി ഉണ്ടാവുക f dash of ax minus by plus f of ax minus by. ഇതേപോലെ dou z by dou y ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു first derivative. So common ആക്കി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് രണ്ടും ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ടേംസ് കിടക്കുന്നതാണ് ബെറ്റർ. സോ ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ dou z by dou x നെ നമ്മൾ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. സോ dou z by dou x ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, dou z by dou y ഇതാണ്. ഇനി നമ്മൾ b into dou z by dou x ചെയ്യാണ്. അപ്പം നമുക്ക് കിട്ടും
ഇവിടെ ഒരു ബി വരും, ഇതിൻ്റെ കൂടെ ഒരു ബി വരും, ഇതിൻ്റെ കൂടെ ഒരു ബി വരും. അതേപോലെ ഇതിനെ നമ്മൾ എ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എ എടുക്കാം, ഈ ബിയുടെ കൂടെ ഇവിടെയും നമുക്കൊരു എ എടുക്കാം. സോ ഈ കേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, ഇത് രണ്ടും ഒരേ ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന കേസിൽ ഇത് രണ്ടും കട്ടാവും. പക്ഷേ ഇത് രണ്ടും ഒരേ ടേംസ് ആണ്, പക്ഷേ ഇത് രണ്ടും സെയിം സൈൻ ആണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന കേസിൽ 2 ടൈംസ് ആയിട്ട് വരും. സോ 2 ഇൻറ്റു എഫ് ഓഫ് എ എക്സ് മൈനസ് ബി വൈ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു എ ബി എന്ന് കിട്ടും. സോ ഇത് ചെക്ക് ചെയ്താൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ രണ്ട് ഫങ്ഷൻസ് കളക്ട് ചെയ്താൽ അത് ഇസഡ് തന്നെയാണ്. സോ ആൻസർ ഈസ് 2abz. 2abz. ഓപ്ഷൻ 4. Okay. Question number 18. Y equal to f of x plus 80 plus g of x minus 80. Then we have to find dou square y divided by dou t square minus a square into dou square y divided by dou x square. So dou y by dou t equal to f dash of x plus 80 into a plus g dash of x minus 80 into minus a. Now dou square y divided by dou t square equal to f double dash of x plus 80 into a again, that is a square, plus g double dash into x minus 80 into minus a, that is a square. Now we have to find dou square y divided by dou x square, that is dou y by dou x first, that is equal to f dash of x plus 80 plus g dash of x minus 80 dou square y divided by dou y square equal to f double dash of x plus 80 plus g double dash of x minus 80. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയറിന് എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ദിസ് ടേം ഇൻ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് 80. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ y ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. സോ ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്, മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്, മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. സോ ദ ആൻസർ വിൽ ബി 0. ഓപ്ഷൻ 2. ഓക്കെ. Question. U equal to log of x cube plus y cube plus z cube minus 3xyz. Then we have to find dou by dou x plus dou by dou y plus dou by dou z all square u. ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. ഇനി നമ്മൾ
ഡോ യു ബൈ ഡോ എക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടുക 1 ബൈ നമുക്ക് പീനെല്ലാം എഴുതാനുള്ള സാധ്യത നോക്കിക്കാം. സോ 1 ബൈ പി ഇൻറ്റു 3x square minus 3yz. Dou u by dou y is equal to 1 by p into 3y square minus 3xz. Dou u by dou z equal to 1 by p into 3z square minus 3xy. ഇനി നമുക്ക് ഈ മൂന്നും കൂടെ ആഡ് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന പോലെ. സോ സം ചെയ്താൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 3 കോമൺ ആണ്, 1 ബൈ പി കോമൺ ആണ്. സോ 3 ബൈ പി ഇൻറ്റു x square plus y square plus z square minus xy minus yz minus xz എന്ന് കിട്ടും. പി എന്ന് പറഞ്ഞാൽ x cube plus y cube plus z cube minus 3xyz ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഇത് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു x square plus y square plus z square minus xy minus yz minus xz all divided by x square plus y square plus z square minus xy minus yz minus xz into x plus y plus z എന്ന് എഴുതാം. Okay, so x cube plus y cube plus z cube minus 3xyz equal to x square plus y square plus z square minus xy minus yz minus xz into x plus y plus z ആണ്. ഈ ഒരു ഫാക്ടറൈസേഷൻ ഓർത്ത് വെച്ചാണ്. സോ ഈ രണ്ട് കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. എനിക്ക് കിട്ടുന്നത് 1 by x plus y plus z ആണ്. സോറി 3 by x plus y plus z ആണ്. ഇനി നമ്മൾ കാണേണ്ടത് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 3 by x plus y plus z ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഇത് നമുക്ക് കിട്ടുക minus 3 divided by x plus y plus z all square എന്നാണ്. രണ്ടാമത്തെ കേസിലും അത് തന്നെയാണ് കിട്ടുക, minus 3 divided by x plus y plus z all square. മൂന്നാമത്തെ കേസിലും കിട്ടുക minus 3 divided by x plus y plus z all square. So answer will be minus 9 divided by x plus y plus z all square. This will be the answer. So option 3. Question number 20. You
equal to sin inverse of x square plus y square all divided by x plus y. Then we have to find x into dou u by dou x plus y into dou u by dou y. So dou u by dou x നമുക്ക് ഫസ്റ്റ് ചെയ്യാം. Sin inverse ഡെറിവേറ്റീവ് 1 by root of 1 minus x square ആണ് sin inverse x ന്റെ. അപ്പോൾ അതേപോലെ നമുക്ക് എഴുതാം 1 by root of 1 minus x square plus y square by x plus y all square into പിന്നെ ഇതിൽ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടു എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് സെയിം all divided by denominator square. അങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടും ഈ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഇവിടെ കിട്ടും 1 by root of x plus y all square minus x square plus y square all square all divided by x plus y all square ഉണ്ടാവും. റൂട്ടിന് പുറമെ വന്നാൽ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും. അത് മുകളിലോട്ട് മാറും. ഇൻറ്റു ഇത് ചെയ്താൽ 2x square plus 2xy minus x square minus y square എന്ന് കിട്ടും. all divided by x plus y all square. സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ ഒരു എക്സ് പ്ലസ് വൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി ഉണ്ടാവുക എക്സ് സ്ക്വയർ പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ. ഇനി ഇതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ടേം എഴുതിയാൽ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടാം എക്സ് ക്യൂബ് പ്ലസ് 2x square y minus y square divided by x plus y into square root of x plus y all square minus x square plus y square all square. ഇനി ഇതേപോലെ ഡോ യു ബൈ ഡോ വൈ ചെയ്യണം. സോ ഡോ യു ബൈ ഡോ വൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ടേം ഇങ്ങനെ തന്നെ വരും. ഇതിൽ വ്യത്യാസം വരാം. ഇത് 2y ആവും. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് 2y ആയി മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ചെയ്യുന്നത് ഇത് തന്നെ. അപ്പോൾ ഇതിൽ വ്യത്യാസം വരിക. ഇതൊക്കെ സെയിം തന്നെ, ഇവിടെയും സെയിം. ഈ കേസിൽ ഇത് 2xy ആവും ഫസ്റ്റിൽ, ദെൻ 2y സ്ക്വയർ ആവും മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ബാക്കി എല്ലാ ടേംസും ഒരുപോലെ തന്നെ, പഴയ പോലെ തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുക 2y square minus y square plus 2xy minus x square. ഇനി ഇതിനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. സോ y ക്യൂബ് പ്ലസ് 2xy സ്ക്വയർ മൈനസ് ഇവിടെ ഒരു y സ്ക്വയർ എക്സ് ഉണ്ടാവും. സോറി, നേരത്തെ കേസിൽ ഒരു y സ്ക്വയർ എക്സ് ഉണ്ട്. ഈ കേസിൽ മൈനസ് എക്സ് സ്ക്വയർ വൈ ഉണ്ടാവും. ഓൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമ്മൾ ആൻസർ ആവും. ഈ കേസിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് ഓഫ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ, ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി ബാക്കിയുള്ളത് 2x square y minus x square y, that is x square y. 2xy square minus y square x, that is plus xy square. Then x cube plus y cube. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ രണ്ട് ടേംസിലും എക്സ് സ്ക്വയർ കോമൺ ആക്കി എടുക്കാം. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് വരും. ഈ കേസിൽ വൈ സ്ക്വയർ കോമൺ ആക്കി എടുക്കാം, ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ, all divided by root of x plus y all square minus x square plus y square all square. So ഒരു x plus y ഇവിടെയുണ്ട്. ഈ കോമൺ ഫാക്ടർ ആയിട്ടുള്ള x plus y താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള x plus y ആയിട്ട് ക്യാൻസൽ ആവും. സോ x square plus y square divided by square root of x plus y all square minus x square plus y square all square. ഇങ്ങനെയാണ് നമുക്ക് ഫൈനലി സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത്. സോ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം നമുക്ക് ഓപ്ഷനിലില്ല. ഓപ്ഷനിലുള്ളത് സീറോയും പിന്നെ യുവിലുള്ള ഫംഗ്ഷൻ ആയിട്ടാണ് ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ യുവിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഈ കേസ് നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് ഒരു വാല്യൂ പറയുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, ഇത് ഹൈപ്പോട്ടിനിയസ് ആയിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓക്കെ ന്യൂമറേറ്ററിൽ തന്നെയുണ്ട്. ഇനി ചെയ്തിരിക്കുന്നത് ഹൈപ്പോട്ടിനിയസിന്റെ സ്ക്വയറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ മൈനസ് ചെയ്തു റൂട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് കിട്ടും. അപ്പോൾ ഹൈപ്പോട്ടിനിയസ് ആയി ഓപ്പോസിറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. ആകെ 3 സൈഡ്സ് ആണ് ഉണ്ടാവുക വിത്ത് റെസ്പെക്ട് ടു ആൻ ആംഗിൾ. ഓപ്പോസിറ്റ്, ഹൈപ്പോട്ടിനസ്, അഡ്ജസന്റ്. അപ്പോൾ ഹൈപ്പോട്ടിനസും ഓപ്പോസിറ്റും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഹൈപ്പോട്ടിനസ് സ്ക്വയറിൽ നിന്ന് ഓപ്പോസിറ്റിന്റെ സ്ക്വയർ മൈനസ് ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ നമുക്ക് കിട്ടുക അഡ്ജസന്റ് സൈഡാണ് കിട്ടുക. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ tan ആണ്. സോ ദ ആൻസർ വിൽ ബി tan u. That is answer. Option 3, tan u.